രാവിലെ തന്നെ അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷെ അനുമോള് തിരിച്ച് യെസ് പറയാത്തത് കൊണ്ട് അനീഷ് അവിടുന്ന് കലിപ്പിൽ എഴുന്നേറ്റങ്ങ് പോവുകയാണ്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടി, ഇതെന്താ ഇങ്ങനെ? പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇതൊരു ഗെയിം ആയിരിക്കാം. കാരണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനീഷിന് അവിടെ ഒരു ഒറ്റപ്പെടാനൊരു അവസരം കിട്ടുകയാണ്. ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഓൾറെഡി അനീഷിന് നല്ല സപ്പോർട്ട് കയറും. അത് മാത്രമല്ല, അത് പുറത്തെ കാര്യങ്ങൾ അറിയുന്നതെന്നുള്ളതല്ല, ബിഗ് ബോസിൻ്റെ ഒരു ഇതുവരെ നടന്ന സീസണുകളിൽ അങ്ങനെയാണല്ലോ, ഒറ്റപ്പെടുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാറുണ്ട് ബിഗ് ബോസ് മലയാളത്തിൽ. അപ്പോൾ ഒറ്റപ്പെടാനുള്ള ഒരു വഴി തേടി പോയതാണോ എന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെറിയ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നിരിക്കാം. അത് മാത്രമല്ല, ഇനിയിപ്പോൾ അത് പ്രപ്പോസൽ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണവും കിട്ടുമല്ലോ. അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ തന്നെ അനീഷ് പ്രപ്പോസ് ചെയ്തതായിരിക്കാം. എന്തായാലും പ്രപ്പോസ് ചെയ്ത് അനുമോളുടെ ഭാഗം അങ്ങ് പറഞ്ഞു. അനുമോൾക്ക് ഇഷ്ടമല്ല എന്നൊന്നുമല്ല പറഞ്ഞത്, എനിക്ക് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മാരേജൊക്കെ നോക്കുന്നുള്ളൂ, എനിക്ക് ഇനിയും കരിയറൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുണ്ട്, ഒന്നുകൂടെ സ്റ്റേബിളായി നിൽക്കാനുണ്ട്, ഞാൻ കരിയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അനുമോൾ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഏകദേശം റിജക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അനീഷ് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയപ്പോൾ അനുമോളൊന്ന് കിട്ടി, ഇതെന്താ ഇങ്ങനെയെന്ന് അനുമോളും ചിന്തിച്ചു പോയി. എന്തായാലും അനീഷിൻ്റെ പ്രപ്പോസൽ അനുമോൾ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അത് ഗുണം ചെയ്യാൻ പോകുന്നത് അനീഷിന് തന്നെ ആയിരിക്കാം. നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.